ഹലോ ഹായ്, ഞാൻ റഷീദ് തായ്ലാർ. ഫോട്ടോഷോപ്പിലെ മാസ്കിംഗ് ടൂള് പഠിക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ട്യൂട്ടോറിയലായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു ഗ്രോയിങ് ലീഫ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ യൂസേജ് റൈറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേബൽഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇമേജുകളിൽ നിന്ന് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഏകദേശം ഈ ഒരു പിക്ചർ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. സേവ് ഇമേജ്. ഈ പിക്ചർ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ്സ്. ഈ പിക്ചറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് അഡോബ് ഫോട്ടോഷോപ്പ് CS6. പിക്ചർ ഇവിടെ എനിക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ചിത്രത്തിൻ്റെ ഇത്രയും ഭാഗം എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് എൻ്റെതായ ഒരു ഐഡിയയിൽ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പിക്ചർ ക്രോപ്പ് ചെയ്യാണ്, ഒരു സ്ക്വയറായിട്ട് ക്രോപ്പ് ചെയ്യാണ്. അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, അത് ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ക്രോപ്പ് ചെയ്യാണ്. ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ബാക്ക്ഗ്രൗണ്ട് കോപ്പി. അപ്പോൾ നമുക്ക് 2 ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, ബാക്ക്ഗ്രൗണ്ട് ലെയർ അൺലോക്ക് ചെയ്തു, ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡീസാച്ചുറേറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, അല്ലെങ്കിൽ കളർ ഇല്ലാത്ത അവസ്ഥയിലായി. ഇനി നമുക്ക് നമ്മുടെ കോപ്പി ചെയ്ത ലെയറിലോട്ട് തിരിച്ചു വന്നിട്ട് അതിൽ ഇവിടെ താഴെ കാണുന്ന ലെയർ മാസ്ക്, ആഡ് ലെയർ മാസ്ക് എന്നൊക്കെ കാണാം. മൗസ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അത് ഒരു ലെയർ മാസ്ക് ഈ കോപ്പി ചെയ്ത ലെയറിൽ അപ്ലൈ ചെയ്യുക. ഫിൽ ബ്ലാക്ക് കളർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോപ്പി ചെയ്ത ലെയർ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയി. ഇനി ചെയ്യേണ്ടത് ബ്രഷ് ടൂൾ എടുക്കുക. ഞാനിവിടെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ബ്രഷാണ് എടുക്കുന്നത്, എഡ്ജ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒപ്പാസിറ്റി 100, ഫ്ലോ 100. ഇനി ഞാൻ ആ ഇമേജിനെ ഒന്ന് സൂം ചെയ്തെടുത്തിട്ട് മാക്സിമം സൂം ചെയ്യുക. ഞാൻ ഈ മാസ്കിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മാസ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി ബ്രഷ് ടൂൾ എടുത്തു. എന്നിട്ട് ഞാനിവിടെ വന്ന് വൈറ്റ് കളറ് ഞാൻ സെലക്ട് ചെയ്യാണ്. ഇനി പതുക്കെ ഈ ഭാഗങ്ങൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എഡ്ജ് മാത്രമാണ് ചെയ്യുന്നത്. ഇതിൽ ബ്രഷ് നിങ്ങൾ ഏത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ സോഫ്റ്റ് എഡ്ജ് ബ്രഷ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് യൂസ് ചെയ്യാം. എഡ്ജിലൂടെ വന്നിട്ട് ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഇത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഒരു കളർ ഫില്ല് ചെയ്താലും മതി. പക്ഷേ ഇവിടെ ഫോട്ടോഷോപ്പ് പഠിച്ചു വരുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഈ ഒരു രീതിയിൽ ഇത് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ്ട്രാ സെലക്ട് ചെയ്ത് പോയാൽ അവിടെ വീണ്ടും ബ്ലാക്ക് കളർ എടുത്തിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്ക് നമ്മൾ ഓവർ സെലക്ട് ചെയ്ത ഭാഗം വീണ്ടും ട്രാൻസ്പെറൻ്റായി താഴെയുള്ള നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കാണും. വീണ്ടും കളർ ചേഞ്ച് ചെയ്യുക വൈറ്റിലോട്ട്. എന്നിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഞാനിത് സൂം ഔട്ട് ചെയ്യാണ്. സൂം ടൂൾ എടുത്തിട്ട് ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് സൂം ഔട്ടായി കിട്ടും. ഇനി എടുത്തിട്ട് ഫിൽ ടൂൾ എടുക്കുക. ഇവിടെ വൈറ്റ് കളർ ഞാനിവിടെ ഫില്ല് ചെയ്യാണ്. ഒരു ഇതെല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എഡ്ജ് പരിശോധിച്ച് കഴിഞ്ഞാൽ എഡ്ജിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് കാണാം. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. സൂം ചെയ്യുക, ബ്രഷ് ടൂൾ എടുക്കുക, വൈറ്റ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോഷോപ്പിലെ മാസ്ക് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഒരു ലെയറിനെ ഇറേസ് ചെയ്യുന്ന അതേ ഫീല് കൊണ്ട്, അല്ലെങ്കിൽ ഇറേസ് ചെയ്യാതെ നമ്മളൊരു ഭാഗം ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും റീവർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇറേസ് ചെയ്ത ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ലെയർ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങളുടെ കറണ്ട് ലെയർ കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആവും. ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് കാണും. വൈറ്റ് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയ കറണ്ട് ലെയർ ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രീതിയിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡീസാച്ചുറേറ്റ് ചെയ്തു. ഒരു ചെടി മാത്രം നമ്മൾ കളർഫുള്ളാക്കി. എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ ലെയർ മാസ്കിൻ്റെ ഒരു ഫങ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത്. ഇപ്പോൾ താങ്ക് യു വെരി മച്ച്. ബൈ.